നമ്മുടെ റസ്മിനും അപ്സരയും ജാസ്മിനും എല്ലാം കൂടി ഇന്ന് സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിൻഡോ ബ്രോ ആണ്. ജിൻഡോയെ കാണാത്തവൻ എൻ്റെ ജിൻഡോ ബ്രോ എന്ത് ചെയ്യുന്ന തിരക്കി എന്നൊക്കെ ഒരുമാതിരി വല്ലാത്ത മോഹഭാവത്തിൽ പറയുന്നുണ്ട്. എനിക്കിത് കേട്ടപ്പോഴേ ദേഷ്യം വന്നു എന്ന് പറയും. ഞാൻ അവനോട് ചോദിച്ചു, അങ്ങേര് കള്ളമല്ലേ എല്ലാം പറയുന്നത്? അപ്പോൾ അവൻ പറയുന്നത് കള്ളമല്ല, ഗെയിമിൻ്റെ ഭാഗമല്ലേ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് അവൻ പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു എന്ന് റസ്മിൻ പറയുന്നുണ്ട്. ഇത് അതുപോലെ അങ്ങേരുമായിട്ട് ഇനിയും അധികം ബഹളത്തിനൊന്നും പോകരുത്, അങ്ങേരെ എടോ പോടോ എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഗെയിമിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന്. ഇത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ റസ്മിൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, എന്നോടും പറഞ്ഞു എടോ പോടോ എന്നൊന്നും വിളിക്കരുത് എന്ന് വാപ്പായും ഉമ്മയും പറഞ്ഞു, പ്രായത്തിൽ മൂത്തതല്ലേ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അപ്സര ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പറയാൻ വന്നതിന് ശേഷം വിഴുങ്ങുന്നതും കണ്ടു. ഇനി പറയാൻ തുടങ്ങിയതാണ്, പക്ഷെ അത് അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അപ്സരയ്ക്ക് ഒരു ചെറു പുഞ്ചിരിയാണ് ഇതെല്ലാം കേട്ടിരിക്കുന്നത്, ഒരു അക്ഷരം മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ട്. ജിൻഡോയുടെ പുറത്തെ ജനപ്രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആൽബി അതിനനുസരിച്ചുള്ള ക്ലൂ കൊടുത്തു കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റസ്മിനും ജാസ്മിനും അങ്ങനെ അതൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഫ്രീദുവിനോടും അമ്മ പറയുന്നുണ്ട് ഗെയിം, ഫ്രീദു ഇത് തന്നെയാണ് പറഞ്ഞത്, ജിൻഡോ പറയുന്നത് കള്ളമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞ് കള്ളമെല്ലാം ഗെയിമിൻ്റെ ഭാഗമല്ലേ, അങ്ങനെ കണ്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫ്രീദുവിനോടും പറഞ്ഞത്. അതുകൊണ്ട് ഫ്രീദുവിനും അർജുനായാലും ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ട്. അർജുൻ, ഫ്രീദു, പിന്നെ അപ്സര, ഇവിടെ മിക്കവാറും മത്സരാർത്ഥികൾക്കെല്ലാം ഏകദേശം ജിൻഡോയുടെ ജനപ്രീതി മനസ്സിലായിട്ടുണ്ട്. ജിൻഡോയുടെ ഗെയിമാണ് നല്ലത് എന്ന് അവർക്ക് ഏകദേശം എല്ലാം പുറത്തു നിന്ന് ആൾക്കാർ വന്നപ്പോൾ മനസ്സിലാവാത്ത 2-3 പേരെന്ന് എനിക്ക് തോന്നുന്നു റസ്മിനും ജാസ്മിനും, അതുപോലെ നമ്മളെ നന്ദന ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പൊട്ടത്തര കാണിക്കുന്നതെന്ന് അറിയില്ല. നന്ദനയ്ക്കിപ്പം ജിൻഡോയ്ക്ക് എതിരെ നീങ്ങിയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അവർ കുഴിക്കുന്ന കുഴിയിൽ തന്നെ അവർ തന്നെ വീഴും എന്ന് നമുക്ക് ഏകദേശം ഒരു ഉറപ്പാണ്. ജിൻഡോയുടെ കളിക്കുന്നവർക്കെല്ലാം അത് നെഗറ്റീവായിട്ട് മാറാനാണ് സാധ്യത കൂടുതൽ. ഇനി അധികം ദിവസമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞു. ഇനി ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ ജിൻഡോയെ പറ്റി മാത്രമാണ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.